ഗേറ്റ് ഓഫ് ഗോസ്പലിലേക്ക് ഏവർക്കും സ്വാഗതം. ലൂസിഫർ സാത്താനാണോ എന്ന വിഷയത്തെക്കുറിച്ചാണ് പ്രസ്താവിക്കുന്നത്. ലോകത്തിലെ ഒട്ടുമിക്ക ക്രൈസ്തവരും അക്രൈസ്തവരും ഒരുപോലെ വിശ്വസിച്ചിരിക്കുന്ന ഒരു വസ്തുതയാണ് ലൂസിഫർ സാത്താനാണ് എന്നത്. ഇത് ശരിയായ വിശ്വാസമാണോ? ഇതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? ലൂസിഫർ സാത്താനാണോ? ലൂസിഫർ എന്ന പദം എങ്ങനെയാണ് കടന്നു വന്നത്? എന്തുകൊണ്ടാണ് ഇപ്രകാരമുള്ള വിശ്വാസം ക്രൈസ്തവരുടെ ഇടയിലും അക്രൈസ്തവരുടെ ഇടയിലും രൂപപ്പെടുവാൻ ഉണ്ടായ കാരണം? ഈ രണ്ട് കാരണങ്ങളാണ് ഇതിൻ്റെ പിന്നിൽ ഉള്ളത്. ഒന്ന്, ആദിമ കാലഘട്ടങ്ങളിൽ തെറ്റായ പഠിപ്പിക്കലിൽ നിന്നാണ് ഇത്തരം വിശ്വാസം രൂപപ്പെടുവാൻ കാരണമായത്. രണ്ട്, പഴയ കാലഘട്ടങ്ങളിലും ആധുനിക കാലഘട്ടങ്ങളിലും എഴുതപ്പെട്ടിട്ടുള്ള നോവലുകളിൽ നിന്നും ചിത്രകഥകളിൽ നിന്നും ടെലിവിഷൻ പരമ്പരകളിൽ നിന്നുമാണ് ഇത്തരത്തിലുള്ളൊരു വിശ്വാസം രൂപപ്പെട്ട് വന്നിരിക്കുന്നത്. ദൈവശാസ്ത്രപരമായും ചരിത്രപരമായും ഈ വസ്തുതകൾ ഇവിടെ വിശകലനം ചെയ്യുന്നു. 1890 ഫ്രാൻസ്റ്റക്ക് എന്ന എഴുത്തുകാരൻ വിശുദ്ധ ജെറോമിൻ്റെ ലാറ്റിൻ വൾഗേറ്റ് വിവർത്തനത്തിലെ ലൂസിഫർ എന്ന പദത്തെ ആസ്പദമാക്കി ഒരു പുസ്തകമെഴുതി. ഇതിൽ ലൂസിഫർ സാത്താനാണ് എന്നാണ് അദ്ദേഹം ചിത്രീകരിച്ചിരിക്കുന്നത്. കൂടാതെ 2016 ജനുവരി 25 സംപ്രേഷണം ആരംഭിച്ച് 2021 സെപ്റ്റംബർ 10 അവസാനിച്ച ഒരു അമേരിക്കൻ നഗര ഫാൻറ്റസി ടെലിവിഷൻ പരമ്പരയായിരുന്നു ലൂസിഫർ. ഇതിൽ ലൂസിഫറിനെ സാത്താനായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. 2019 കേരളത്തിലും ഒരു ഫിലിം പ്രദർശിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ പേര് തന്നെ ലൂസിഫർ എന്നായിരുന്നു. കൂടാതെ 2025 റിലീസായ ഒരു സിനിമയിലും ലൂസിഫറിനെ അന്വർത്ഥമാക്കുന്ന രംഗങ്ങൾ ഉണ്ടെന്ന് പറയപ്പെടുന്നു. ചലച്ചിത്രങ്ങളിലൂടെയും എഴുത്തുകളിലൂടെയും ടെലിവിഷൻ പരമ്പരകളിലൂടെയും കോമിക് കഥകളിലൂടെയും രൂപപ്പെട്ടു വന്ന ഒരു വിശ്വാസമാണ് ലൂസിഫർ സാത്താനാണ് എന്നുള്ളത്. ഈ ലൂസിഫർ എന്ന പേര് പ്രചാരത്തിൽ വരുവാൻ കാരണമായത് ഈ ടെലിവിഷൻ പരമ്പരകളും ഇംഗ്ലീഷ് സിനിമകളും ഇംഗ്ലീഷ് നോവലുകളും കഥകളും കോമിക് കഥകളും ഒക്കെയാണ്. വാസ്തവത്തിൽ ഈ ലൂസിഫർ എന്ന വാക്ക് മലയാള ബൈബിളിൽ ഇല്ല. ബൈബിളിൻ്റെ മൂലകൃതികളായ എബ്രായ, ഗ്രീക്ക് ഭാഷകളിൽ ലൂസിഫർ എന്ന പദം ഉപയോഗിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ലൂസിഫർ എന്ന പദം കടന്നു വന്നത്? ഇത് കടന്നു വന്നത് 4-ാം നൂറ്റാണ്ടിൽ വിശുദ്ധ ജെറോം ബൈബിളിലെ പഴയ നിയമവും പുതിയ നിയമവും എബ്രായ ഭാഷയിൽ നിന്നും ലാറ്റിൻ ഭാഷയിൽ നിന്നും അത് ലത്തിൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തു. ലത്തിൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തപ്പോൾ ബൈബിളിലെ പഴയ നിയമമായ യെശയ്യാ പ്രവചനം 14-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വേദഭാഗത്ത് പ്രതിപാദിച്ചിരിക്കുന്ന അരുണോദയപുത്രനായ ശുക്ര എന്ന ആ വേദഭാഗം ലത്തിൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തപ്പോൾ അരുണോദയപുത്രനായ ശുക്ര എന്നതിലെ ശുക്ര എന്നതിനാണ് ലത്തിൻ ഭാഷയായ ലൂസിഫർ എന്ന വാക്ക് ഉപയോഗിച്ചത്. അങ്ങനെയാണ് ലൂസിഫർ എന്ന പദം ലോകത്തിലേക്ക് കടന്നു വരുവാൻ കാരണമായി തീർന്നത്. അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. യെശയ്യാ പ്രവചനം 14-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള ഭാഗങ്ങൾ. അപ്പോൾ ഈ വേദഭാഗത്ത് വിവരിച്ചിരിക്കുന്ന അരുണോദയപുത്രനായ ശുക്ര എന്നതിലെ ശുക്ര എന്നതിന് ലത്തിൻ പരിഭാഷയിൽ കൊടുത്ത വാക്കാണ് ലൂസിഫർ എന്നത്. ലൂസിഫർ എന്നതിൻ്റെ അർത്ഥം
പ്രകാശവാഹകൻ എന്നാണ്. ലൈറ്റ് ബെയർ. പ്രകാശിക്കുന്നത്, തിളങ്ങുന്നത് എന്നൊക്കെയാണ് ഈ ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം. ലൂസിഫർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ലൈറ്റ് ബെയർ, പ്രകാശവാഹകൻ അല്ലെങ്കിൽ പ്രകാശിക്കുന്നത് എന്നാണ്. എന്നാൽ എബ്രായ ഭാഷയിൽ അരുണോദയ പുത്രനായ ശുക്ര എന്നത് 2 വാക്കാണ്. അതിലൊന്നാമത്തെ പദം അരുണോദയം എന്നാണ്, രണ്ടാമത്തെ പദം ശുക്രൻ എന്നാണ്. ഇതിന് ഹീബ്രുവിൽ ശുക്രൻ എന്നതിന് കൊടുത്തിരിക്കുന്നത് ഹീലേൽ എന്ന വാക്കാണ്. ഈ പദത്തിൻ്റെ അർത്ഥം പ്രകാശിക്കുന്നത് അഥവാ പകൽ നക്ഷത്രം, ദിനതാരം, ഡേ സ്റ്റാർ എന്നൊക്കെയാണ് ഈ ശുക്ര എന്നതിൻ്റെ അർത്ഥം. ആ ശുക്ര എന്നതിനാണ് മൂലഭാഷയായ എബ്രായ ഭാഷയിൽ ഹീലേൽ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ആ വാക്കാണ് ലത്തിൻ ഭാഷയിലേക്ക് ബൈബിൾ തർജ്ജമ ചെയ്തപ്പോൾ ഈ ഹീലേൽ എന്നതിന് അവർ കൊടുത്ത പദമാണ് ലൂസിഫർ എന്നത്. രണ്ടിൻ്റെയും അർത്ഥം ഒന്ന് തന്നെ, പ്രകാശിക്കുന്നത് അല്ലെങ്കിൽ ലൈറ്റ് ബെയർ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ലൂസിഫർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായല്ലോ. ആ പദം എങ്ങനെയാണ് കടന്നു വന്നതെന്നും മനസ്സിലായല്ലോ. ഇനി എബ്രായ ഭാഷയിലെ അരുണോദയം എന്നതിന് കൊടുത്തിരിക്കുന്ന പദം ഷാക്കാർ എന്ന വാക്കാണ്. അരുണോദയ പുത്രനായ ശുക്ര എന്നതിലെ അരുണോദയം എന്നതിന് ഹീബ്രുവിൽ കൊടുത്തിരിക്കുന്ന പദം ഷാക്കാർ എന്നാണ്. ഈ പദത്തിൻ്റെ അർത്ഥം ഉഷസ്, പ്രഭാതം എന്നൊക്കെയാണ്. അപ്പോൾ ഉഷസ്, പ്രഭാതം എന്നെല്ലാം പഴയ നിയമത്തിൽ എവിടെയെല്ലാം പറഞ്ഞിട്ടുണ്ടോ അവിടെയെല്ലാം എബ്രായ വാക്കായ ഷാക്കാർ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ശുക്ര എന്നതിന് ഹീലേൽ എന്നും. അപ്പോൾ പ്രകാശിക്കുന്നത് അല്ലെങ്കിൽ പ്രഭാത നക്ഷത്രമേ, പകൽ നക്ഷത്രമേ, ദിനതാരമേ എന്നാണ് അതിൻ്റെ സാമാന്യ അർത്ഥം. ഉഷസ്സായപ്പോൾ ദൂതന്മാർ ലോത്തിനെ ബന്ധപ്പെടുത്തി. ഉൽപ്പത്തി പുസ്തകം 19 അധ്യായം 15 വാക്യം. അപ്പോൾ ഒരു പുരുഷൻ ഉഷസ്സാവോളം അവനോട് മല്ല് പിടിച്ചു. ഉൽപ്പത്തി പുസ്തകം 32:24. ഉഷസ്സിൻ്റെ ഉദരത്തിൽ നിന്ന്. സങ്കീർത്തനം 110:3 വാക്യം. ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. സങ്കീർത്തനം 30:5. അരുണോദയം പോലെ ശോഭയും. ഉത്തമഗീതം 6:10. അവർ അതികാലത്ത് അരുണോദയത്തിങ്കൽ എഴുന്നേറ്റു. യോശുവ 6:15 വാക്യം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഉഷസ്, പ്രഭാതം, ഉഷസ് എന്നതിനെല്ലാം ഈ ഉപയോഗിച്ചിരിക്കുന്ന പദം എന്താണ്? ഷാക്കാർ എന്ന എബ്രായ വാക്കാണ്. ഇനിയും ധാരാളമുണ്ട്. ഉദാഹരണത്തിന് ചിലത് ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രം. അപ്പോൾ അരുണോദയ പുത്രനായ ശുക്ര എന്നതിൻ്റെ മൂലഭാഷയിലെ അർത്ഥം നാം മനസ്സിലാക്കിയല്ലോ. അതിൻ്റെ ലത്തിൻ പദത്തിൻ്റെ അർത്ഥവും നാം മനസ്സിലാക്കിയല്ലോ. എന്നാൽ ഈ ലത്യൻ പരിഭാഷയിൽ പറഞ്ഞിരിക്കുന്ന ഈ ലൂസിഫർ എന്ന പദം മലയാള ബൈബിളിൽ ഇല്ല, ബൈബിളിൻ്റെ മൂലഭാഷകളായ എബ്രായ, ഗ്രീക്ക് ഭാഷകളിലുമില്ല. എന്നാൽ ഇംഗ്ലീഷിൽ ചില പരിഭാഷകളിൽ മാത്രമേ ഈ ലത്തിൻ പദം അങ്ങനെ തന്നെ ഉപയോഗിച്ചിട്ടുള്ളൂ. അത് ഉപയോഗിച്ചിരിക്കുന്ന ഏക പ്രധാനപ്പെട്ട ട്രാൻസ്ലേഷൻ ന്യൂ കിങ് ജെയിംസ് വേർഷനാണ്. ന്യൂ കിങ് ജെയിംസ് വേർഷനിലാണ് ലത്തിൻ വാക്കായ ലൂസിഫർ എന്ന ആ വാക്ക് അങ്ങനെ തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. യെശയ്യാ പ്രവചനം 14 അധ്യായത്തിൻ്റെ 12 മുതൽ വായിച്ചാൽ അവിടെ ആ ലത്തിൻ വാക്കാണ് അരുണോദയപുത്രനായ ശുക്ര എന്നതിന് ഈ ലാറ്റിൻ വാക്ക് ഇംഗ്ലീഷിൽ അങ്ങനെ തന്നെ ഇംഗ്ലീഷീകരിച്ചിരിക്കുന്നത്. എന്നാൽ മറ്റ് പ്രധാനപ്പെട്ട ഇംഗ്ലീഷ് പരിഭാഷകളിലൊന്നും ഈ ലൂസിഫർ എന്ന ലാറ്റിൻ പദം ഉപയോഗിച്ചിട്ടില്ല. അതിന് പകരം ഉപയോഗിച്ചിരിക്കുന്നത് ആ മൂലഭാഷയോട് ബന്ധപ്പെട്ട് കിടക്കുന്ന മൂലഭാഷയുടെ നേരിട്ടുള്ള അർത്ഥം വരുന്ന ഇംഗ്ലീഷ് പദങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ന്യൂ കിങ് ജെയിംസ് വേർഷനിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ വായിക്കുന്നു. ഓ ലൂസിഫർ, സൺ ഓഫ് ദി മോർണിംഗ്, ന്യൂ കിങ് ജെയിംസ് വേർഷൻ. ഓ ഡേ സ്റ്റാർ, സൺ ഓഫ് ദി മോർണിംഗ്, അമേരിക്കൻ സ്റ്റാൻഡേർഡ് വെർഷൻ. ഓ ഷൈനി വൺ, സൺ ഓഫ് ദി മോർണിംഗ്, ബൈബിൾ ഇൻ ബേസിക് ഇംഗ്ലീഷ്. ഓ മോർണിംഗ് സ്റ്റാർ, സൺ ഓഫ് ദി ഡാൻ, ന്യൂ ഇൻ്റർനാഷണൽ വെർഷൻ. പ്രഭാത നക്ഷത്രത്തെക്കുറിച്ച് പുതിയ നിയമത്തിലും പരാമർശങ്ങളുണ്ട്. നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയ നക്ഷത്രം ഉദിക്കുകയും ദി മോർണിംഗ് സ്റ്റാർ റൈസ് ഇൻ യുവർ ഹാർട്ട്. 2 പത്രോസ് 1 അധ്യായം 19 വാക്യം.
ഞാൻ അവന് ഉദയ നക്ഷത്രവും കൊടുക്കും. ആൻഡ് ഐ വിൽ ഗീവ് ഹിം ദി മോർണിംഗ് സ്റ്റാർ. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 28-ാം വാക്യം. അപ്പോൾ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ഈ മോർണിംഗ് സ്റ്റാറിനെ കുറിച്ച് അഥവാ പ്രഭാത നക്ഷത്രത്തെക്കുറിച്ചുള്ള പരാമർശമുണ്ട് എന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഈ അരുണോദയപുത്രനായ ശുക്ര എന്ന് പറഞ്ഞാൽ ഇത് പിശാചല്ല എന്ന് വളരെ വ്യക്തമായല്ലോ. പിശാചന് അത്തരത്തിലുള്ളൊരു പേര് ബൈബിളിൽ നൽകിയിട്ടില്ല. ലൂസിഫർ എന്ന വാക്കിൻ്റെ അർത്ഥം പ്രകാശിക്കുന്നത് അല്ലെങ്കിൽ ലൈറ്റ് ബയർ, പ്രകാശവാഹകൻ എന്നാണ്. ആ പദം ഉണ്ടായത് ലത്തിൻ പരിഭാഷയിൽ നിന്നാണ്. അതൊരു ലാറ്റിൻ വാക്കാണ് എന്ന് മനസ്സിലായല്ലോ. ഈ ശുക്രൻ്റെ ഈ ശാസ്ത്രീയ നാമം വീനസ് എന്നാണല്ലോ. അരുണോദയപുത്രനായ ശുക്രൻ എന്ന് പറഞ്ഞാൽ അത് പ്രഭാത നക്ഷത്രമാണെന്ന് മനസ്സിലായല്ലോ. ശുക്രൻ്റെ ശാസ്ത്രനാമം വീനസ് എന്നാണ്. ഇതിൻ്റെ അർത്ഥം ശുക്രഗ്രഹം, ഉദയ നക്ഷത്രം എന്നിങ്ങനെയാണ്. ശുക്രനെക്കുറിച്ച് അല്പം ശാസ്ത്രീയമായ വിവരണം താഴെ കൊടുക്കുന്നു. ഇരട്ടപ്പെട്ട സഹോദരിമാരെന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ശുക്രനും ഭൂമിയും അതിരാവിലെയോ സൂര്യാസ്തമയത്തിന് ശേഷമോ മാത്രമേ ഈ ഗ്രഹത്തിനെ സാധാരണയായി കാണുകയുള്ളൂ. പെരുമാൻ എന്നും വെള്ളി എന്നും അറിയപ്പെടുന്ന ഈ ഗ്രഹത്തിന് ജ്യോതിഷത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. സൂര്യൻ്റെ എല്ലാ ഗ്രഹങ്ങളിലും വെച്ച് ഏറ്റവും പ്രകാശമേറിയതാണ് ശുക്രൻ. ശുക്രൻ്റെ ഉപരിതലത്തിൽ അത്യുഷ്ണമായിരിക്കും അനുഭവപ്പെടുക. 12,110 കിലോമീറ്റർ വ്യാസമുള്ള ഈ ഗ്രഹം ഭൂമിയേക്കാൾ 650 കിലോമീറ്റർ ചെറുതാണ്. സൂര്യനിൽ നിന്നും 109 ദശലക്ഷം കിലോമീറ്റർ അകലെയാണ് ഇതിൻ്റെ സ്ഥാനം. സൗരയൂഥവും ബഹിരാകാശവും. TV മേനോൻ ശാസ്ത്രഗ്രന്ഥം. TV മേനോൻ എന്ന സയൻറ്റിസ്റ്റ് എഴുതിയ ആ പുസ്തകത്തിൽ ഈ ശുക്രനെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നതാണ് ഇവിടെ വായിച്ച് കേൾപ്പിച്ചത്. അപ്പോൾ ഈ അരുണോദയപുത്രനായ ശുക്രൻ ആരാണെന്നും അതിൻ്റെ അർത്ഥം എന്താണെന്നും മനസ്സിലാക്കിയല്ലോ. യെശയ്യാവിൻ്റെ പ്രവചനം 13-ാം അധ്യായം മുതൽ 23-ാം അധ്യായം വരെ ഇസ്രായേലിൻ്റെ ശത്രുക്കളെയും അതിൻ്റെ രാജാക്കന്മാരെയും കുറിച്ചുള്ള പ്രവചനമാണ് മുഖ്യ വിഷയം. ആദ്യത്തെ പ്രവചനം ബാബേൽ രാജാവിനെ കുറിച്ചാണ്. അധികാരം കൊണ്ടും ശക്തി കൊണ്ടും ധനം കൊണ്ടും മഹത്വം കൊണ്ടും അത്യുന്നതമായി മാറിയ ലോകത്തിലെ ആദ്യ സാമ്രാജ്യമായിരുന്നു ബാബേൽ. അതിൻ്റെ ഭരണാധികാരി തൻ്റെ മഹത്വത്തിലും പ്രശസ്തിയിലും നിഗളിച്ചുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിച്ചപ്പോൾ അവനെ ആലങ്കാരിക ഭാഷയിൽ പ്രകാശമേറിയ ശുക്ര നക്ഷത്രത്തോട് ഉപമിക്കുന്നതാണ് യെശയ്യാവ് 14-ാം അധ്യായത്തിലെ പ്രതിപാദ്യ വിഷയം. അരുണോദയപുത്രൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ബാബേൽ രാജാവിനെ കുറിച്ചാണ്. യാതൊരു വ്യാഖ്യാനവും കൂടാതെ ഏതൊരാൾക്കും ഇത് മനസ്സിലാകും. അരുണോദയപുത്രനായ ശുക്രൻ സാത്താനാണെന്ന് വരുത്തി തീർക്കുവാൻ ചിലരുടെ ഭാഗത്ത് നിന്ന് വിഫലമായ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. അരുണോദയപുത്രനായ ശുക്ര അഥവാ ലൂസിഫർ എന്നത് സാത്താനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി തിരുവചനത്തിൽ എവിടെയും ഉപയോഗിച്ചിട്ടില്ല. തന്നെയുമല്ല, ലൂസിഫർ വെളിച്ചമാണല്ലോ. സാത്താനെ വെളിച്ചമായിട്ട് എവിടെയും തിരുവചനത്തിൽ പരാമർശിച്ചിട്ടില്ല. സാത്താൻ വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കും എന്ന് വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. 2 കൊരിന്ത്യർ 11-ാം അധ്യായം 14-ാം വാക്യത്തിൽ സാത്താനും താൻ വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കുന്നുവെന്ന് അപ്പോസ്തലനായ പൗലോസ് അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. കാരണം സാത്താൻ വെളിച്ചമല്ല, അതുകൊണ്ടാണ് അവൻ വെളിച്ചദൂതനെ പോലെ ആകുവാൻ ശ്രമിക്കുന്നത്. സാത്താൻ ഇരുളാണ്, എന്നാൽ ലൂസിഫർ വെളിച്ചമാണ്. ലൂസിഫർ പ്രകാശിക്കുന്നതാണ്. അപ്പോൾ ലോജിക്കലായിട്ട് സാത്താനും ലൂസിഫറും ചേരുന്നതല്ല. അത് വചനവിരുദ്ധവും യുക്തിരഹിതവുമായ ഒരു ചിന്താഗതിയാണ്. ലൂസിഫർ സാത്താനാണ് എന്നുള്ള ചിന്താഗതിയും പഠിപ്പിക്കലുകളും. സാത്താനെ ഇരുളിനോടാണ് തിരുവചനത്തിൽ സാദൃശീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് നിങ്ങളുടെ നാഴികയും ഇരുളിൻ്റെ അധികാരവുമാകുന്നു എന്ന് പറഞ്ഞു. യേശു പറഞ്ഞ വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ലൂക്കോസ് 22-ാം അധ്യായം 53-ാം വാക്യത്തിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, സാത്താൻ്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തെങ്കിലേക്ക് തിരിപ്പാനും. പ്രവൃത്തികൾ 26-ാം അധ്യായം 18-ാം വാക്യം. അപ്പോസ്തലനായ പൗലോസിനെ കർത്താവ് വിളിച്ച് വേർതിരിച്ചാക്കിയിരിക്കുന്നത് സാത്താൻ്റെ അധികാരത്തിൽ നിന്നും ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് അനേകരെ രക്ഷിച്ചു കൊണ്ടുവരുവാൻ വേണ്ടിയാണ്. അപ്പോൾ അവിടെ ഇരുട്ടും സാത്താൻ്റെ അധികാരവും ഒന്ന് തന്നെയാണ്. സാത്താൻ ഇരുട്ടിൻ്റെ അധിപതിയാണ്, സാത്താൻ മരണത്തിൻ്റെ അധിപതിയാണ്, സാത്താൻ പാപത്തിൻ്റെ അധിപതിയുമാണ്. അപ്പോൾ സാത്താനാവുന്ന ഇരുളിൽ നിന്നും അനേകരെ ദൈവമാവുന്ന വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ് അപ്പോസ്തലനായ പൗലോസിനെ ദൈവം വിളിച്ച് വേർതിരിച്ചതെന്നാണ് പൗലോസ് അവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ആയതിനാൽ വീണ്ടും പൗലോസ് പറഞ്ഞിരിക്കുന്നത്,
ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും നമുക്ക് പോരാട്ടമുള്ളത് ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും. എഫെസ്യ ലേഖനം 6-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. സാത്താൻ അന്ധകാരത്തിൻ്റെ അധിപതിയാണ്. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ. പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാമത്തെ 9-ാം വാക്യം. അപ്പോൾ സാത്താൻ ഇരുളാണ്, ലൂസിഫർ വെളിച്ചവുമാണ്. അപ്പോൾ ഇത് രണ്ടും ഒരിക്കലും യോജിക്കുന്നതല്ല. സാത്താൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് തിരുവെഴുത്തിൽ എവിടെയും സൂചിപ്പിച്ചിട്ടില്ല. അത് നാം വ്യക്തമായി മനസ്സിലാക്കണം. ബൈബിളിൽ ഒരു സ്ഥലത്ത് പോലും സാത്താൻ എന്ന് സൃഷ്ടിച്ചു എന്ന്, സാത്താൻ എന്ന് ഉത്ഭവിച്ചു എന്ന് പറയുന്നില്ല. മറിച്ച് സാത്താൻ ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സാത്താൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. സാത്താൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് ബൈബിൾ പറയാത്തിടത്തോളം കാലം നാം സാത്താൻ ഉൽപ്പത്തി തേടി പോകേണ്ട ആവശ്യമില്ല. അത് വിഡ്ഢിത്തമായിരിക്കുന്നൊരു ചിന്താഗതിയുമാണ്. അപ്പോൾ സാത്താനെക്കുറിച്ച് എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്, എന്താണ് സാത്താനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അതാണ് നാം അറിയേണ്ടത്. എന്നാൽ ചില ആളുകൾ യെഹെസ്കേൽ പ്രവചനം 28-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 19 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കി അത് സാത്താൻ്റെ ഉൽപ്പത്തിയെ കുറിക്കുന്ന വിവരണമാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. ശുദ്ധ മണ്ടത്തരമാണത്. അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ആലങ്കാരികമായ പദമാണ്. യെശയ്യാവ് 14 ബാബേൽ രാജാവിനെ കുറിച്ച് ആലങ്കാരികമായി പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെയാണ് യെഹെസ്കേൽ 28-ാം അധ്യായം 11 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ സിംബോളിക്കലായിട്ട് സോർ രാജാവിനെ കുറിച്ചുള്ള വിവരണമാണ് അവിടെ കാണുന്നത്. സാത്താൻ്റെ ഉൽപ്പത്തിയെ കുറിക്കുന്ന പദമോ അതിനെക്കുറിച്ചുള്ള നിർവചനമോ സൂചനയോ ഒന്നുമല്ല എന്ന് വളരെ വ്യക്തമായി നാം മനസ്സിലാക്കുക. അപ്പോൾ ഈ വേദഭാഗങ്ങൾ നാം സൂക്ഷ്മമായി വായിച്ചു പഠിച്ചാൽ ഈ സിദ്ധാന്തം തെറ്റാണെന്ന് ബോധ്യമാകും. ആലങ്കാരിക ഭാഷയിൽ സോർ രാജാവിനെ കുറിച്ചുള്ള വർണ്ണനയാണ് ഈ വേദഭാഗത്തുള്ളത്. തേജസ്സും മഹത്വവും അണിഞ്ഞ് ഏദൻ തോട്ടത്തിൽ അധിവസിച്ചിരുന്ന ആദാമിനോടാണ് സോർ രാജാവിനെ ഉപമിച്ചിരിക്കുന്നത്. ആദാം പാപം ചെയ്തപ്പോൾ ദൈവ തേജസ് നഷ്ടപ്പെടുകയും പറുദീസയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്തു. ഇതുപോലെ സോർ രാജാവിൻ്റെ പ്രതാപവും പ്രശസ്തിയും മഹിമയും നഷ്ടപ്പെട്ട് ദൈവത്തിൻ്റെ ന്യായവിധിക്ക് അവൻ പാത്രഭൂതനായി തീരും എന്നുള്ള മുന്നറിയിപ്പാണ് ഈ വാക്യഭാഗത്തെ വിവക്ഷ. സാത്താൻ്റെ ഉൽപ്പത്തിയെ കുറിക്കുന്ന പ്രസ്താവന അല്ലിത്. ആണെന്നുള്ള വാദം യുക്തിക്ക് നിരക്കാത്തതും വേദാധാരം ഇല്ലാത്തതും ആണ്. സാത്താൻ ഉണ്ടെന്നും അവൻ്റെ പാപത്തെക്കുറിച്ചും പ്രവൃത്തികളെക്കുറിച്ചും തന്ത്രങ്ങളെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതല്ല നാം പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. പറയാത്ത കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് ശരിയാണോ? സാത്താൻ എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ അർത്ഥം അഡ്വേഴ്സറി എന്നാണ്. അതിൻ്റെ അർത്ഥം എതിരാളി എന്നാണ്. സാത്താൻ എന്നതിന് ഗ്രീക്ക് മൂലത്തിൽ കൊടുത്തിരിക്കുന്ന പദം ഡിയാബോലോസ് എന്ന വാക്കാണ്. ഡൈമോൺ എന്ന മറ്റൊരു അർത്ഥവും കൊടുക്കുന്നുണ്ട്. അപവാദി എന്നാണ് ഡൈമോൻ എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ പിശാച് എന്ന ആ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന്, അല്ലെങ്കിൽ സാത്താൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് നാം ഗ്രഹിച്ചല്ലോ. സെപ്റ്റുവജെന്റിൽ ലൂസിഫർ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല. സെപ്റ്റുവജെന്റിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം പിശാച് എന്ന അർത്ഥം വരുന്ന ബോറോസ് എന്ന വാക്കാണ്. അപ്പോൾ ബൈബിളിൻ്റെ മൂലകൃതികളിലൊന്നും ലൂസിഫർ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല. ലൂസിഫറും സാത്താനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. സാത്താൻ എന്ന വാക്കിൻ്റെ അർത്ഥമാണ് നാം ചിന്തിച്ചത്. അഡ്വേഴ്സറി എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ പിശാജ് എന്നും നാം വായിക്കുന്നുണ്ട്. അതൊരു ഇംഗ്ലീഷ് വാക്കാണ്. ഡെവിൾ എന്ന ആ ഇംഗ്ലീഷ് വാക്കിനെയാണ് മലയാളത്തിൽ പിശാജ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. മലയാള ബൈബിളിൽ പിശാജ് എന്ന പദം 14 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ സാത്താൻ എന്ന പദം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായി 100-ലധികം പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ സാത്താൻ എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം, സാത്താൻ എന്ന മലയാളത്തിൽ ഉപയോഗിക്കുന്നതും സാറ്റാൻ എന്ന് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നതും ഒരേ വാക്ക് തന്നെയാണ്. ആ പദം എബ്രായ വാക്കാണ്. എബ്രായ വാക്കാണ് സാത്താൻ എന്നുള്ളത്. അപ്പോൾ ഇംഗ്ലീഷിൽ ആ പദം ഡെവിൾ എന്ന് കൊടുത്തിരിക്കുന്നു. എബ്രായ വാക്കാണ് സാത്താൻ എന്നുള്ളത്. അപ്പോൾ ആ സാത്താനെ കുറിക്കുന്ന ആ ധാരാളം പദങ്ങൾ നമുക്ക് എബ്രായ ഭാഷയിലും ഗ്രീക്ക് ഭാഷയിലും പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും കാണുവാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ ലൂസിഫർ സാത്താൻ അല്ല, അത് പ്രഭാത നക്ഷത്രമാണ് എന്ന് നാം മനസ്സിലായല്ലോ. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ ലാറ്റിൻ ഭാഷയിൽ സാത്താന് കൊടുത്തിരിക്കുന്ന പദം ഏതാണ്? സാത്താന് കൊടുത്തിരിക്കുന്ന പദം സാറ്റാനാസ് എന്ന വാക്കാണ്. ലറ്റിൻ ഭാഷയിൽ സാത്താൻ എന്നതിന് കൊടുത്തിരിക്കുന്ന പദം സാറ്റാനാസ് എന്നാണ്.
അതിൻ്റെ അർത്ഥം പിശാച് സാത്താൻ എന്നാണ്, ലൂസിഫർ എന്നല്ല. അതുകൊണ്ട് ആ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞല്ലോ. അപ്പോൾ ഷെയ്ത്താൻ അല്ലെങ്കിൽ സാത്താൻ എന്ന പദമാണ് ഹീബ്രുവിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിശാച് എന്നത് ഡെവിൾ എന്നാണ്, അത് ഇംഗ്ലീഷ് വാക്കാണ്. സാത്താൻ എന്നത് എബ്രായ വാക്കാണ് എന്ന് നാം ചിന്തിച്ചല്ലോ. അതിൻ്റെ അർത്ഥം കുറ്റവാളി എന്നാണ്. സാത്താൻ എന്ന പദത്തിൻ്റെ അർത്ഥം കുറ്റവാളി എന്നാണ്. സാത്താന് ധാരാളം പര്യായ പദങ്ങൾ നമുക്ക് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കാണുവാനായിട്ട് സാധിക്കും. ചിലത് ഇവിടെ സൂചിപ്പിക്കുന്നു. എബ്രായ ഭാഷയിൽ സാത്താൻ എന്നതിനേക്കാൾ ഹാ സാത്താൻ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എബ്രായ ഭാഷയിൽ സാത്താൻ എന്നതിനേക്കാൾ ഹാ സാത്താൻ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പുതിയ നിയമത്തിൽ സാത്താനെ പരീക്ഷകൻ എന്ന് പറഞ്ഞിരിക്കുന്നു, മത്തായി 4:3. പിന്നെ ഭൂതങ്ങളുടെ ഭരണാധികാരി എന്ന് ബെയൽസബൂൽ എന്ന് മത്തായി 12:24 പറഞ്ഞിരിക്കുന്നു. ഈ ലോകത്തിന് ദൈവമെന്ന് 2 കൊരിന്ത്യർ 4:4 വിവക്ഷിച്ചിരിക്കുന്നു. ദുഷ്ടൻ എന്ന് 1 യോഹന്നാൻ 5:18 പറഞ്ഞിരിക്കുന്നു. അലറുന്ന സിംഹം എന്ന് 1 പത്രോസ് 5:8 പറഞ്ഞിരിക്കുന്നു. ഇതെല്ലാം സാത്താന് കൊടുത്തിരിക്കുന്ന പര്യായ പദങ്ങളാണ്. ഇതെല്ലാം സാത്താനെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഒരിക്കലും ഈ സാത്താന് ലൂസിഫർ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല എന്ന സത്യം നാം വേദപുസ്തക അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുക. പഴയ നിയമത്തിൽ സാത്താന് ദൈവത്താൽ നിയമിക്കപ്പെടുന്ന ഒരു വ്യക്തിയായിട്ടാണ് പഴയ നിയമത്തിൽ പല സ്ഥലത്തും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അല്ലെങ്കിൽ ഒരു പ്രോസിക്യൂട്ടറുടെ സ്ഥാനമാണ് സാത്താൻ. ഇയ്യോബിൻ്റെ പുസ്തകം 1-2 അധ്യായങ്ങളിൽ ഇയ്യോബിനെ പരീക്ഷിക്കുവാൻ ദൈവത്താൽ നിയമിക്കപ്പെടുന്ന ഒരു വ്യക്തിയായിട്ടാണ് പഴയ നിയമത്തിൽ ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ സാത്താനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. ഇയ്യോബിൻ്റെ മേൽ കുറ്റം ആരോപിക്കുകയും ഇയ്യോബിന് മേൽ കുറ്റം കണ്ടെത്താൻ കഴിയുമോ എന്ന് ദൈവത്താൽ നിയമിക്കപ്പെട്ട ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് സാത്താനെ അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇനി സഖരിയാവിൻ്റെ പ്രവചനം 3:1 മഹാപുരോഹിതനായ യോശുവയെ കുറ്റം ചുമത്തുവാൻ വേണ്ടി യോശുവയുടെ അരികത്ത് സാത്താൻ നിൽക്കുന്നു എന്ന് യോശുവയുടെ പുസ്തകത്തിൽ യോശുവയെക്കുറിച്ച് നാം യോശു എന്ന പുരോഹിതനെക്കുറിച്ച് പഠിക്കുമ്പോൾ സഖരിയാവിൻ്റെ പ്രവചനം 3:1 പറയുന്നുണ്ട്. അവിടെ ഒരു കുറ്റം ചുമത്തുന്ന ഒരു വ്യക്തിയായിട്ടാണ് സാത്താനെ അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. തന്നെയുമല്ല, നാം ദിനവൃത്താന്തങ്ങളുടെ പുസ്തകത്തിൽ സാത്താൻ ദാവീദിൻ്റെ ഹൃദയത്തിൽ ഇസ്രായേൽ മക്കളെ എണ്ണുവാൻ തോന്നിപ്പിച്ചു എന്ന് അവിടെ എഴുതുന്നുണ്ട്. അപ്പോൾ അവിടെയെല്ലാം സാത്താൻ മനുഷ്യരെ പ്രലോഭിപ്പിക്കുന്ന, സാത്താന് പ്രത്യേക രൂപമില്ല. ചില ചിത്രങ്ങളിലൊക്കെ സാത്താന് 2 കൊമ്പുള്ളതായും ചിറകുള്ളതായും വാലുള്ളതായും കറുത്ത നിറമായിട്ടും ഏകദേശം മനുഷ്യനെ പോലുള്ള രൂപമായിട്ടാണ് ചിത്രങ്ങളിലൂടെ എല്ലാം കാണുവാനായിട്ട് കഴിയുന്നത്. ഇതെല്ലാം മനുഷ്യൻ്റെ ഭാവനയാണ്. സാത്താന് രൂപമില്ല, സാത്താൻ അരൂപിയാണ്. സാത്താന് പ്രവർത്തിക്കണമെങ്കിൽ ഒരു മീഡിയ ആവശ്യമാണ്. അതിനാണ് അവൻ മനുഷ്യനെ സമീപിക്കുന്നത്. മനുഷ്യനിൽ കയറി കൂടി ദൈവത്തിനെതിരെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് സാത്താൻ്റെ തന്ത്രം, അല്ലെങ്കിൽ സാത്താൻ്റെ പ്രവർത്തന പദ്ധതി അങ്ങനെയാണ്. അപ്പോൾ ഒരു മീഡിയ ഇല്ലാതെ സാത്താന് പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തെ എണ്ണുവാൻ ദാവീദിൻ്റെ ഹൃദയത്തിൽ സാത്താൻ തോന്നിപ്പിച്ചു എന്ന് എഴുതിയിരിക്കുന്നത്. പുതിയ നിയമത്തിൽ കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ ഒരാളായിരുന്ന യൂദയുടെ ഹൃദയത്തിൽ സാത്താൻ കടന്നു. അന്ത്യത്താഴം നടക്കുന്ന സമയത്ത് സാത്താൻ അവനിൽ കടന്നു എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. അനന്യാസിനെയും സഫീറയുടെയും മനസ്സിൽ ഹൃദയത്തിൽ സാത്താൻ കയറിക്കൂടി. അവിടെ വസ്തുവക വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെക്കുവാൻ തീരുമാനിക്കുകയും വസ്തുവക വിറ്റ് കഴിഞ്ഞപ്പോൾ കാശ് കയ്യിൽ കിട്ടിയപ്പോൾ അവരുടെ സ്വഭാവം മാറി. പകുതി കൊണ്ടുപോയി പത്രോസിൻ്റെ കാൽക്കൽ വെക്കുകയും പകുതി അവർ സംരക്ഷിക്കുകയും ചെയ്തപ്പോൾ പത്രോസ് ചോദിച്ച പദമാണ്, ദൈവത്തോട് വ്യാജം കാണിപ്പാൻ, ദൈവത്തോട് കള്ളം പറയുവാൻ, നിന്റെ സമ്പത്തിൻ്റെ വില പകുതി മാറ്റിവെക്കുവാൻ സാത്താൻ നിന്റെ ഹൃദയത്തിൽ കടന്നതെന്ത്, സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത് എന്നാണ് പത്രോസ് ചോദിച്ചത്. അപ്പോൾ പിശാചിന് പ്രവർത്തിക്കണമെങ്കിൽ ഒരു മീഡിയ ആവശ്യമാണ്, അല്ലാതെ പിശാചിന് പ്രവർത്തിക്കുവാനായിട്ട് കഴിയുകയില്ല. അപ്പോൾ ആയതിനാൽ ഒരു മാധ്യമം അവന് ആവശ്യമാണ് എന്ന് വളരെ വ്യക്തമാണ്. ഇനി പിശാചിന് ശക്തിയുണ്ടോ? നാം തിരുവചനം പരിശോധിക്കുമ്പോൾ 66 പുസ്തകത്തിൽ ഒരു സ്ഥലത്ത് പോലും പിശാചിന് ശക്തിയുള്ളതായിട്ട് നമുക്ക്
വ്യക്തമായ ഒരു വാക്യം കണ്ടെടുക്കുവാൻ നമുക്ക് കഴിയുകയില്ല. അതിന് ഉപോത്ബലകമായ യാതൊരു വാക്യവും ബൈബിളില്ല. പിശാചിൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവനും തന്ത്രങ്ങളിലൂടെയാണ്. ചില ആളുകളൊക്കെ പണ്ടുകാലത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ദൈവം സർവശക്തൻ, പിശാച് ശക്തൻ. അങ്ങനെ ഒരു വാക്യം ബൈബിളിൽ ഇല്ല. പിശാചിന് ശക്തിയുള്ളതായിട്ട് ഡയറക്റ്റ് ആയിട്ടൊരു ഒറ്റ വാക്യം പോലും ബൈബിളില്ല. മറിച്ച് സാത്താൻ്റെ തന്ത്രങ്ങളെക്കുറിച്ചാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 11-ാം വാക്യത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നത്, പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടത്. പിശാചിൻ്റെ ശക്തിയോട് എതിർത്ത് നിൽക്കുവാൻ എന്നല്ല, പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടത്. അപ്പോൾ പിശാചിൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവനും തന്ത്രങ്ങളിലൂടെയാണ്. തന്നെയുമല്ല, 2 കൊരിന്ത്യർ 2:11 പൗലോസ് പറഞ്ഞിരിക്കുന്നത്, സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, സാത്താൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ എന്നാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. സാത്താനെ നമ്മെ തോൽപ്പിക്കാൻ കഴിയും, എന്നാൽ സാത്താനെ നമുക്ക് ജയിക്കുവാൻ കഴിയും. അവൻ്റെ തന്ത്രങ്ങളിൽ നാം വശംവദരായി തീർന്നാൽ സാത്താൻ നമ്മളെ തോൽപ്പിക്കും. പൗലോസിനെ പോലും സാത്താൻ തടുത്തു എന്ന് തൻ്റെ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് പിശാചിൻ്റെ തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകാതെ അവനെ ജയിക്കണമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നത്. തന്ത്രങ്ങളിലൂടെയാണ് പിശാച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, ശക്തി കൊണ്ടല്ല എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കുക. അപ്പോൾ പിശാചിന് ഈ ലൂസിഫറും പിശാചും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്ന് നാം മനസ്സിലാക്കിയല്ലോ. ലൂസിഫർ സാത്താനല്ല. പിശാചിന് ലൂസിഫർ എന്നൊരു പദം ബൈബിളിൽ എവിടെയും ഉപയോഗിച്ചിട്ടില്ല. പിശാചിൻ്റെ പര്യായ പദമായിട്ടോ അല്ലെങ്കിൽ പിശാച് അല്ലെങ്കിൽ സാത്താൻ എന്ന വാക്കിന് നേരിട്ടായ ഒരു വാക്കല്ല ഈ ലൂസിഫർ എന്നുള്ളത്. പിശാച് ഇരുളും ലൂസിഫർ വെളിച്ചവുമാണ് എന്ന യാഥാർത്ഥ്യം നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് കഴിഞ്ഞല്ലോ. ചില ആളുകൾ ഈ പിശാചിനെ അല്ലെങ്കിൽ സാത്താൻ സ്വർഗത്തിൽ നിന്നാണ് ഭൂമിയിലേക്ക് വന്നത് എന്ന് ചിന്തിക്കുന്ന ചില ആളുകളുണ്ട്. അതിന് ചില ആധാരമായിട്ട് അവരെടുക്കുന്നത് നാം മുമ്പ് ചിന്തിച്ച യെശയ്യാ പ്രവചനം 14-ാം അധ്യായം 12-ാം വാക്യത്തെ ആസ്പദമാക്കിയാണ്. അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ബാബേൽ രാജാവിനെ കുറിച്ചുള്ള സിംബോളിക്കലായ വിവരണമാണ് നാം ചിന്തിച്ചു. അപ്പോൾ ഇതിനെ ചിലർ അക്ഷരീകമായിട്ട് എടുത്തിട്ട് അത് സാത്താനാണ്, ലൂസിഫർ സാത്താനാണ് അല്ലെങ്കിൽ ശുക്രൻ സാത്താനാണ് എന്ന് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് പിശാച് സ്വർഗത്തിൽ നിന്നാണ് വീണത് എന്ന് പഠിപ്പിക്കുന്ന ചില ആളുകളുണ്ട്. ശുദ്ധ മണ്ടത്തരമാണത്. കാരണം സ്വർഗത്തിൽ പാപമില്ല. സ്വർഗത്തിൽ ഇരിക്കുന്നവർക്ക് പാപം ചെയ്യുവാൻ കഴിയുമെങ്കിൽ നാം സ്വർഗത്തിൽ പോയതുകൊണ്ട് പ്രയോജനമൊന്നുമില്ലല്ലോ, അവിടെയും പാപം ചെയ്യുമല്ലോ. അവിടെ സ്വർഗം പാപമില്ലാത്ത പാപരഹിതമായ സ്ഥലമാണ്. അവിടെ ആർക്കും പാപം ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. തന്നെയുമല്ല, ഈ പിശാചിനെ ദൈവം സൃഷ്ടിച്ച് എവിടെയാണ് ആക്കിയതെന്ന് ബൈബിളിൽ എവിടെയും യാതൊരു രേഖയുമില്ല. ഒരുപക്ഷെ ഈ എയർ മണ്ഡലത്തിലാകാം, വായുമണ്ഡലത്തിലാകാം, നമുക്കറിഞ്ഞുകൂടാ. അതിൽ വ്യക്തമായൊരു തെളിവ് ചൂണ്ടിക്കാണിക്കുക വളരെ പ്രയാസകരമാണ്. എന്നാൽ സാത്താൻ ഉണ്ട്, സാത്താൻ്റെ പ്രവർത്തനങ്ങളും ഉണ്ട് എന്ന് വളരെ വ്യക്തമാണ്. കർത്താവായ യേശുക്രിസ്തു സാത്താനെക്കുറിച്ച് ധാരാളം പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. ഒരിക്കൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം തടയുവാൻ വേണ്ടി പിശാച് ശ്രമിച്ചു, അല്ലെങ്കിൽ സാത്താൻ ശ്രമിച്ചു. അതെങ്ങനെയെന്ന് വെച്ചാൽ, തൻ്റെ ഒന്നാമത്തെ അപ്പോസ്തലനായ പത്രോസിലൂടെയാണ് പിശാച് കയറിക്കൂടിയത്. യേശു പറഞ്ഞു, ഞാൻ യെരുശലേമിലേക്ക് പോകും, അവിടെ പരീശന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും എന്നെ പിടിച്ച് അവർ മർദ്ദിക്കും, എന്നെ ക്രൂശിക്കും, ഞാൻ മരിക്കും, 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞപ്പോൾ പത്രോസ് യേശുവിനെ വേറിട്ട് കൂട്ടിക്കൊണ്ടുപോയി പറഞ്ഞു, കർത്താവേ, നിനക്ക് അങ്ങനെ സംഭവിക്കരുത്, നീ മരിക്കരുത്, നീ എന്നും ഇങ്ങനെ ജീവിച്ചിരിക്കണം. നീ 5 അപ്പം കൊണ്ട് 5000 പേരെ തൃപ്തിപ്പെടുത്തണം, അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗസൗഖ്യങ്ങളും നടത്തണം, മരിച്ചവർ ഉയർപ്പിക്കണം, ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ വലിയ ഗുരുവായിട്ട് നടക്കണം എന്ന ഒരാശയം മനസ്സിൽ വെച്ചുകൊണ്ടാകാം പത്രോസ് അങ്ങനെ പറഞ്ഞത്. ഉടനെ പത്രോസിനോട് കർത്താവ് പറഞ്ഞ വാക്കെന്താണ്? യേശു പറഞ്ഞത്, സാത്താനെ നീ എന്നെ വിട്ടു പോ എന്നാ പറഞ്ഞത്. പിശാചിനോടാണ് കർത്താവ് പറഞ്ഞത്. പക്ഷെ പ്രത്യക്ഷത്തിൽ പിശാചില്ല, അവിടെ സാത്താനില്ല, പത്രോസാണ്. അപ്പോൾ പത്രോസിൽ സാത്താൻ കയറിക്കൂടി. സാത്താനാണ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം തടയുവാൻ പത്രോസിലൂടെ ശ്രമിച്ചത്. പത്രോസ് ഒന്നാമത്തെ അപ്പോസ്തലനാണല്ലോ. അപ്പോൾ പത്രോസ് പറഞ്ഞാൽ കർത്താവ് കേൾക്കുമെന്നാണ് സാത്താൻ വിചാരിച്ചത്. ഇത് പത്രോസ് അല്ല പറഞ്ഞത്, സാത്താനാണെന്ന് യേശു മനസ്സിലാക്കിയിട്ടാണ് യേശു പറഞ്ഞത്, സാത്താനെ നീ എന്നെ വിട്ടു പോ എന്ന് പറഞ്ഞിരിക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 33-ാം വാക്യത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ആ പദം ലാറ്റിൻ ഭാഷയിൽ കൊടുത്തിരിക്കുന്നത് ഇപ്രകാരമാണ്: വഡെ റേ സ്ട്രോമേ സാറ്റാനെ.
എന്നാണ് അത് ലത്തിൻ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സാത്താനെ എൻ്റെ പിന്നിൽ നിന്ന് പോകൂ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ആ വാക്ക് ഇപ്രകാരമാണ്: വഡേറെ സ്ട്രോമേ സാറ്റാനെ എന്നാണ് ലാറ്റിൻ പദം. സാത്താനെ, നീ എൻ്റെ പിന്നിൽ നിന്നും പോകുക. അപ്പോൾ സാത്താൻ മുന്നിൽ നിന്നല്ല പ്രവർത്തിക്കുന്നത്, പിന്നിൽ നിന്നാണ്. ദൈവമക്കളുടെ പിന്നിൽ നിന്ന് അവരെ വലിച്ച് പിന്നാക്കം കൊണ്ടുപോകാൻ, പിന്മാറ്റത്തിലേക്ക് കൊണ്ടുപോകുവാനാണ് പിശാച് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിശാചിന് ഒരു മീഡിയ ഇല്ലാതെ പ്രവർത്തിക്കുവാനായിട്ട് കഴിയുകയില്ല എന്ന് വളരെ സ്പഷ്ടമായല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ പിശാചിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് ബൈബിൾ എവിടെയും പറയുന്നില്ല. തന്നെയുമല്ല, പിശാച് സ്വർഗത്തിൽ നിന്ന് വീണു എന്ന് പറയുവാൻ ബൈബിളിൽ യാതൊരു തെളിവുമില്ല. ഇതെല്ലാം മനുഷ്യൻ്റെ ഭാവനയാണ്. അപ്പോൾ യെശയ്യാ പ്രവചനം 14-ാം അധ്യായത്തെ ആസ്പദമാക്കിക്കൊണ്ടും അതുപോലെ തന്നെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലെ ഒരു വാക്യങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് പിശാച് സ്വർഗത്തിൽ നിന്നാണ് വീണതെന്ന് ചില ആളുകൾ അർത്ഥശൂന്യമായ നിലയിൽ പഠിപ്പിച്ചിരിക്കുന്നത്. അത് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യം ഇപ്രകാരമാണ്: അപ്പോസ്തലന്മാരെ കൂടാതെ 70 സുവിശേഷകന്മാരെ കർത്താവ് തിരഞ്ഞെടുത്തു. അവരെ കർത്താവ് ഭൂതങ്ങളെ പുറത്താക്കുവാനും രോഗികളെ സൗഖ്യമാക്കുവാനും മറ്റു പ്രവർത്തനങ്ങൾക്ക് വേണ്ടി യേശു അവരെ പറഞ്ഞയച്ചു. അവർ പോയി ഭൂതങ്ങളെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി, വലിയ വീര്യപ്രവൃത്തികളും അടയാളങ്ങളും ചെയ്തിട്ട് മടങ്ങി വന്ന് യേശു ക്രിസ്തുവിന് റിപ്പോർട്ട് കൊടുത്തപ്പോൾ കർത്താവ് പറഞ്ഞൊരു വാക്കാണ്: സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ്. അപ്പോൾ ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങി എന്ന് പറഞ്ഞപ്പോഴാണ് കർത്താവ് ഈ പ്രസ്താവന നടത്തിയത്. എന്നിട്ട് കർത്താവ് പറയുകയാണ്: ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, മറിച്ച് നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിനാൽ സന്തോഷിക്കുവിൻ. അപ്പോൾ അപ്പോസ്തലന്മാർ പോയി, അല്ലെങ്കിൽ ശിഷ്യന്മാർ പോയി, തങ്ങൾ ചെയ്ത വീര്യപ്രവൃത്തികളും അത്ഭുത പ്രവൃത്തികളും ഭൂതങ്ങളെ വരെ കീഴടക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞല്ലോ എന്ന് കരുതി വലിയ ആഹ്ലാദവും സന്തോഷത്തോടെ വളരെ ഹാപ്പി ആയിട്ട് യേശുവിൻ്റെ അടുക്കൽ വന്ന് റിപ്പോർട്ട് കൊടുത്തപ്പോൾ കർത്താവ് പറഞ്ഞത് എന്താണ്? കർത്താവ് ഭൂതങ്ങൾ അവർക്ക് കീഴടങ്ങിയതിൽ വലിയ പ്രസക്തിയൊന്നും കർത്താവ് കാണിച്ചില്ല. അപ്പോൾ യേശു പറയുകയാണ്: ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, മറിച്ച് നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിട്ടുണ്ട്, അതിലാണ് നിങ്ങൾ സന്തോഷിക്കേണ്ടത്. വീര്യപ്രവൃത്തികൾ കൊണ്ടോ അത്ഭുതങ്ങൾ നടക്കുന്നത് കൊണ്ടോ അല്ല നാം സന്തോഷിക്കേണ്ടത്. ഇന്ന് അങ്ങനെ സന്തോഷിക്കുന്ന കുറേ ആളുകളൊക്കെ ഉണ്ട്, അതിലേക്ക് പ്രവേശിക്കുന്നില്ല. അപ്പോൾ ഇവിടെ സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് നിന്ന് വീഴുന്നു ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ, ഈ സാത്താൻ സ്വർഗത്തിൽ നിന്ന് വീണു എന്നല്ല എൻ്റെ അർത്ഥം. ആകാശം എന്നതിന് പല അർത്ഥങ്ങളുണ്ടല്ലോ. അതിന് വായുമണ്ഡലം അല്ലെങ്കിൽ മേഘമണ്ഡലം ഒക്കെ എന്നതിനും ആകാശം എന്ന അർത്ഥമുണ്ട്, സ്വർഗം എന്നതിനും അതിനർത്ഥമുണ്ട്. ഹെവൻസ്, ഹെവൻലി എന്നീ 3 പദങ്ങൾ ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിട്ടുണ്ട്. സ്വർഗം, സ്വർഗീയമായവ, അല്ലെങ്കിൽ സ്വർഗസ്ഥമായിരിക്കുന്ന പല കാര്യങ്ങൾ, ഇതെല്ലാം അതിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ആകാശത്തിനും ഹെവൻസ് അല്ലെങ്കിൽ ഹെവൻ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഹെവൻ എന്ന സ്വർഗമെന്നും ഹെവൻസ് എന്ന ആകാശമെന്നും ഹെവൻലി എന്ന സ്വർഗീയമായത് എന്നാണല്ലോ അർത്ഥം. പക്ഷേ ചില സന്ദർഭങ്ങളിൽ ചിലത് ഈ ഹെവൻ എന്ന വാക്ക് ആകാശം എന്നാണ് ചില സ്ഥലത്ത് കൊടുത്തിരിക്കുന്നത്. സന്ദർഭങ്ങൾക്കനുസരിച്ച് വേണം നാം അർത്ഥം കണ്ടെത്തുവാൻ. അപ്പോൾ ഇവിടെ കർത്താവ് പറഞ്ഞത് സാത്താൻ സ്വർഗത്തിൽ നിന്ന് വീണു എന്ന അർത്ഥത്തിലല്ല, പിശാച് വേഗത്തിൽ അല്ലെങ്കിൽ ഭൂതങ്ങൾ നിങ്ങൾക്ക് വേഗത്തിൽ കീഴടങ്ങി എന്നാണ് ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കേണ്ടത്. അപ്പോൾ ഈ വാക്യവും യെശയ്യാ പ്രവചനത്തിലെ വാക്യം കൂട്ടിച്ചേർത്തുകൊണ്ട് പിശാച് സ്വർഗത്തിലായിരുന്നു എന്നും പാപം ചെയ്തപ്പോൾ അവനെ ഭൂമിയിലേക്ക് ദൈവം തള്ളിയിട്ടു എന്നുമാണ് ചിലർ ചിന്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യും. തികച്ചും ഭോഷത്വമായ ഒരു ചിന്താഗതിയാണിത്. ഇത് അർത്ഥശൂന്യമായിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ സാത്താനെ എവിടെയാണ് സൃഷ്ടിച്ചതെന്ന് ബൈബിളിൽ എവിടെയും പ്രസ്താവിച്ചിട്ടില്ല. ചില ആളുകൾ പാപം ചെയ്ത ദൂതന്മാരെ അതാണ് സാത്താൻ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. സാത്താനെക്കുറിച്ച് വളരെ വികലമായ ചിന്താഗതികളാണ് ഇന്ന് ലോകത്തിൽ പലരുടെ ഹൃദയത്തിൽ ഉള്ളത്. എന്നാൽ വേദശാസ്ത്രപരമായിട്ട്, ദൈവശാസ്ത്രപരമായിട്ട് ഈ കാര്യങ്ങൾ നാം പരിശോധിക്കുമ്പോൾ മനുഷ്യരുടെ ഹൃദയത്തിലിരിക്കുന്ന വിശ്വാസങ്ങൾക്കനുസരിച്ചല്ല സാത്താനെക്കുറിച്ച് ബൈബിളിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. മനുഷ്യരുടെ അഭിപ്രായങ്ങൾക്കല്ല നാം പ്രാധാന്യം കൊടുക്കേണ്ടത്. തിരുവചനം എന്തു പറയുന്നു അതാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആയതിനാൽ ഈ വീണുപോയ ദൂതന്മാർ, പാപം ചെയ്ത ദൂതന്മാരാണ് പിശാച് എന്ന് അഥവാ സാത്താൻ എന്ന് ചിന്തിക്കുന്ന ചില ആളുകളുണ്ട്. അവരുടേതായ വികലമായ ചില ചിന്താഗതികൾ വേഗത്തിൽ ഇവിടെ സൂചിപ്പിക്കാം. വീണുപോയ ദൂതന്മാരുടെ പാപം എന്തായിരുന്നു?
പാപം ചെയ്ത ദൂതന്മാരെ സ്വർഗത്തിൽ നിന്നും ആട്ടിപ്പായിച്ചുവെന്നും അവർ ഭൂമിയിലേക്ക് വന്ന് സൗന്ദര്യവതികളായ മനുഷ്യ സ്ത്രീകളുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടുവെന്നും അവർക്ക് മല്ലന്മാരായ സന്തതികൾ ഉണ്ടായെന്നും മനുഷ്യ സ്ത്രീകളെ വിവാഹം കഴിച്ചതാണ് ദൂതന്മാരുടെ പാപമെന്നും അതുകൊണ്ടാണ് അവർ വീണുപോയതെന്നും കരുതുന്നവരുണ്ട്. വീണുപോയ ദൂതന്മാരെക്കുറിച്ചുള്ള വിവരണങ്ങൾ സൂക്ഷിച്ചു പഠിച്ചാൽ ഇങ്ങനെ കരുതുന്നത് ശുദ്ധ മണ്ടത്തരമാണെന്ന് മനസ്സിലാക്കുവാൻ കഴിയും. ദൂതന്മാർ എവിടെ വെച്ചാണ് പാപം ചെയ്തതെന്ന് തിരുവചനം വ്യക്തമാക്കുന്നില്ല. തന്നെയുമല്ല, പാപം ചെയ്ത ദൂതന്മാരെ എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്നാണ് തിരുവചനത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നത്. ദൂതന്മാർ വീണുപോയപ്പോൾ തന്നെ അവരെ നരകത്തിലാക്കി സൂക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഭൂമിയിൽ ചുറ്റി നടന്ന് സ്ത്രീകളെ വിവാഹം കഴിക്കുവാൻ അവർക്ക് സാധിക്കുന്നത് എങ്ങനെ? ദൂതന്മാരെ മഹാദിവസത്തിൻ്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. യൂദയുടെ ലേഖനം 6-ാം വാക്യം. വീണുപോയ ദൂതന്മാർ ഉൽപ്പത്തി 6-ലെ ദൈവത്തിൻ്റെ പുത്രന്മാരല്ലെന്നും എത്രയും സ്പഷ്ടമായി തെളിഞ്ഞിരിക്കുന്നു. വീണുപോയ ദൂതന്മാരുടെ പാപത്തെ സംബന്ധിച്ചുള്ള സൂചന യൂദയുടെ ലേഖനത്തിൽ മാത്രമാണ് കാണുവാൻ കഴിയുന്നത്. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ, യൂദയുടെ ലേഖനം 6-ാം വാക്യം. ഈ വേദവാക്യങ്ങളിൽ 2 കാര്യങ്ങൾ എടുത്തു പറഞ്ഞിരിക്കുന്നു. അപ്പോൾ വീണുപോയ ദൂതന്മാരുടെ പാപം എന്തായിരുന്നു? അവർ വീണുപോകാനുള്ള കാരണം എന്താണെന്ന് വ്യക്തമായിട്ട് വചനത്തിലില്ലെങ്കിലും ചിലത് ഇവിടെ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. വചനത്തിൽ കാണുന്നത് പോലെ തന്നെ തങ്ങളുടെ വാഴ്ച കാത്തുകൊണ്ടില്ല എന്നതാണ് അവരുടെ ഒന്നാമത്തെ പാപം. അവരെ ദൈവം ഒരു അധികാരം ഏൽപ്പിച്ചിരുന്നു, ഒരു വാഴ്ച അവർക്കുണ്ടായിരുന്നു. ഈ വാഴ്ച എവിടെയായിരുന്നു എന്നും എങ്ങനെയുള്ള വാഴ്ചയാണെന്നും ബൈബിൾ വ്യക്തമാക്കുന്നില്ല, സൂചന മാത്രമേ ഉള്ളൂ. അപ്പോൾ തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ, അതിനെ സൂക്ഷിക്കാതെ, അതിനെ അലക്ഷ്യമാക്കിയതാണ് അവർ ദൂതന്മാർ ചെയ്ത പാപം, വീണുപോയ ദൂതന്മാരുടെ പാപം. എന്താണ് ഈ വാഴ്ച? ഇംഗ്ലീഷ് ബൈബിളിൽ വാഴ്ച എന്നതിന് പ്രോപ്പർ ഡൊമൈൻ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ വാക്കിന് പ്രവൃത്തി രംഗം, ആധിപത്യം എന്നിങ്ങനെ നിരവധി അർത്ഥങ്ങളുണ്ട്. സന്ദർഭം അനുസരിച്ചാണല്ലോ അർത്ഥം കണ്ടെത്തേണ്ടത്. ആൻഡ് ദി ഏഞ്ചൽസ് ഹൂ ഡിഡ് നോട്ട് കീപ് ദയർ പ്രോപ്പർ ഡൊമൈൻ, ന്യൂ കിങ് ജെയിംസ് വേർഷനിലെ വാക്യമാണ് ഞാൻ വായിച്ചത്. തങ്ങളുടെ ആധിപത്യം കാത്തുകൊള്ളാതെ തങ്ങളുടെ വാസസ്ഥലം ഉപേക്ഷിച്ച ദൂതന്മാരെ, വിശുദ്ധ ഗ്രന്ഥം മാണിക്യത്തിനാർ. തങ്ങളുടെ ഭരണം നിറവേറ്റാതെ സ്വന്തം വാസസ്ഥാനം വിട്ടുപോയ ദൂതന്മാരെ, ന്യൂ ഇന്ത്യ ബൈബിൾ വെർഷൻ. സ്വന്തം നില മറന്നു തങ്ങളുടേതായ വാസസ്ഥാനം ഉപേക്ഷിച്ച് കളഞ്ഞ ദൂതന്മാരെ, POC ബൈബിൾ. തങ്ങളുടെ ആധിപത്യം കാത്തു സൂക്ഷിക്കാതിരുന്നത് പാപമായി തീർന്നു. അവർക്ക് അർഹമായിരുന്ന ഭരണം നിറവേറ്റുവാനുള്ള ബാധ്യത അവർക്കുണ്ടായിരുന്നു. അപ്പോൾ ഈ വാഴ്ചയെക്കുറിച്ച് വിവിധ ഇംഗ്ലീഷ്, മലയാള പരിഭാഷകളിൽ കൊടുത്തിരിക്കുന്നതാണ് ഞാൻ വായിച്ച് കേൾപ്പിച്ചത്. ഇവിടെ എല്ലാം അവർക്കൊരു ആധിപത്യം ഉണ്ടായിരുന്നു, ഒരു ഭരണമുണ്ടായിരുന്നു. പക്ഷേ ആ ഭരണം അവർ നിറവേറ്റിയില്ല. അത് എന്ത് ഭരണമാണെന്ന് ബൈബിളിൽ എവിടെയും പ്രസ്താവിച്ചിട്ടില്ല. അപ്പോൾ ദൈവം അവർക്ക് നൽകിയ ആ വാഴ്ച അവർ കാത്തു സൂക്ഷിക്കാതിരുന്നത് അതവർക്ക് പാപമായി തീർന്നു എന്ന് ബൈബിളിൻ്റെ സൂചനയനുസരിച്ച് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഈ രണ്ടാമത്തെ കാര്യം സ്വന്തം വാസസ്ഥലം വിട്ടുപോയി എന്നതാണ്. ഏതാണ് ഈ വാസസ്ഥലം? നമുക്ക് അറിഞ്ഞുകൂടാ. ഈ വാസസ്ഥലം ഏതാണെന്ന് കൃത്യമായിട്ട് ബൈബിളിൽ എവിടെയും പ്രസ്താവിച്ചിട്ടില്ല. ഈ വാസസ്ഥലം ദൂതന്മാർ അധിവസിച്ചിരുന്ന സ്ഥലമാണെന്ന് മാത്രമേ നമുക്ക് ഊഹിക്കുവാൻ കഴിയുകയുള്ളൂ. ബട്ട് ലെഫ്റ്റ് ദെയർ ഓൺ ഹാബിറ്റേഷൻ, ന്യൂ കിങ് ജെയിംസ് വേർഷനിൽ കൊടുത്തിരിക്കുന്ന വാക്കാണ് വായിച്ചത്. ബട്ട് ലെഫ്റ്റ് ദെയർ ഓൺ ഹാബിറ്റേഷൻ, അവരുടെ സ്വന്തം വാസസ്ഥലം അവർ വിട്ടു. രണ്ടാമത്, ആൻഡ് ദി ഏഞ്ചൽസ് ഹൂ ഡിഡ് നോട്ട് കീപ് ദെയർ പൊസിഷൻ ഓഫ് അതോറിറ്റി ബട്ട് അബാൻഡഡ് ദെയർ ഓൺ ഹോം, ന്യൂ ഇൻ്റർനാഷണൽ സ്റ്റഡി ബൈബിൾ. അപ്പം ന്യൂ ഇൻ്റർനാഷണൽ സ്റ്റഡി ബൈബിൾ കൊടുത്തിരിക്കുന്ന വേർഡാണ് ഞാൻ വായിച്ചത്. അപ്പോൾ സ്വന്തം വാസസ്ഥലവും അധികാരവും കാത്ത് സംരക്ഷിക്കാതിരുന്നതാണ് ദൂതന്മാരുടെ പാപം. അത് തന്നെയാണ് അവർ വീണു പോവാൻ കാരണമായി തീർന്നതും. പാപം ചെയ്ത ദൂതന്മാരെ ന്യായവിധിക്ക് വേണ്ടി അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. അന്ത്യ ന്യായവിധി നാളിൽ കർത്താവായ യേശുക്രിസ്തു വീണുപോയ ദൂതന്മാരെ ശിക്ഷയ്ക്ക് വിധിക്കും എന്ന് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 3-ാം വാക്യത്തിൽ
പാപം ചെയ്ത ദൂതന്മാരെ കുറിച്ചുള്ള ഒരു ചെറിയ സൂചന അപ്പോസ്തലനായ പൗലോസ് അവിടെ നൽകുന്നുണ്ട്. അവിടെ നാം ദൂതന്മാർ വിധിക്കും എന്നുണ്ടല്ലോ എന്ന് പൗലോസ് പറയുന്നുണ്ട്. നാം ദൂതന്മാർ വിധിക്കും എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പൗലോസ് പറയുന്നുണ്ട്. അതൊരു പക്ഷേ ഈ വീണുപോയ ദൂതന്മാരെ ദൈവം ന്യായവിധി നടത്തുമ്പോൾ ആ ന്യായവിധിയിൽ ദൈവസഭ അംഗങ്ങൾക്കും പങ്കുണ്ട്. ദൈവസഭ അംഗങ്ങൾ കൂടി ചേർന്നാണ് ഈ വീണുപോയ ദൂതന്മാരെ ന്യായം വിധിക്കുന്നത് എന്നാണ് നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഈ വീണുപോയ ദൂതന്മാരല്ല പിശാച് അഥവാ സാത്താൻ എന്ന് നാം മനസ്സിലാക്കുക. ഇത് രണ്ടും രണ്ട് വിഷയമാണ്. വീണുപോയ ദൂതന്മാർ വേറെ, സാത്താൻ വേറെ എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഇത് രണ്ടും യോജിപ്പിക്കുവാൻ തക്കതായ ഉപോത്ബലകമായ വാക്യങ്ങൾ വിശുദ്ധ ബൈബിളിൽ എവിടെയും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ ലൂസിഫർ സാത്താനല്ല എന്ന് വളരെ വ്യക്തമായി നാം ചിന്തിച്ചു. ലൂസിഫർ എന്ന വാക്ക് കടന്നു വന്നത് എങ്ങനെയാണെന്ന് നാം ചിന്തിച്ചു. ലൂസിഫറും സാത്താനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. സാത്താൻ എന്ന വാക്ക് എബ്രായ പദമാണ്. ലൂസിഫർ എന്നുള്ളത് അത് ലാറ്റിൻ പദമാണ്. അതിൻ്റെ അർത്ഥം വെളിച്ചം കൊണ്ടുവരുന്നവൻ, ലൈറ്റ് ബയർ, തിളങ്ങുന്നത്, പ്രകാശിക്കുന്നത് എന്നാണ്. അപ്പോൾ ആയതിനാൽ സാത്താന് ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം നാം വായിച്ചല്ലോ. അത് ഡൈമോൻ എന്ന പദവും ഡിയാബോലോസ് എന്ന വാക്കാണ്. ഇതാണ് സാത്താൻ എന്നതിന് പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം. പഴയ നിയമത്തിൽ എബ്രായ വാക്കാണ് സാത്താൻ എന്നുള്ളത്. 100-ലധികം പദങ്ങൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായിട്ട് ബൈബിളിൽ സാത്താൻ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. പിശാച് എന്ന പദം 14-ലധികം പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ സാത്താൻ വേറെ, ലൂസിഫർ വേറെ എന്ന് വളരെയധികം വ്യക്തമായല്ലോ. ദൈവവചന അടിസ്ഥാനത്തിലും ചരിത്രപരമായിട്ടും ഈ യാഥാർത്ഥ്യം നമുക്ക് ഗ്രഹിക്കുവാൻ കഴിഞ്ഞല്ലോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.